ഇന്ന് നമുക്ക് നല്ലൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. പെരുന്നാൾക്കായാലും വിശേഷ ദിവസങ്ങളിലായാലും വല്ല പാർട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോയത്. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഞാൻ 1.5 കിലോ മട്ടൻ എടുത്ത് നല്ലവണ്ണം അതിൻ്റെ ബ്ലഡൊക്കെ പോകുന്ന വരെ കഴുകിയതിന് ശേഷം വെള്ളം വാരാൻ വേണ്ടി മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം നല്ലവണ്ണം വാർന്ന് കിട്ടണം കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ഒരുക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 800 ഗ്രാം ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയാണ്. നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് ഞാനൊരു ചൂട് കട്ടിയുള്ള ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും പാടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ മാത്രം വേണമെങ്കിൽ ഒഴിക്കാം, നെയ്യായിട്ട് മാത്രം വേണമെങ്കിൽ പൊരിച്ചെടുക്കാം. പിന്നെ ഉള്ളി പൊരിക്കണ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കില്ല. ഞാനിതിൻ്റെ വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി എങ്ങനെ ഉള്ളി കുഴഞ്ഞു പോകാതെ പെർഫെക്റ്റായിട്ട് ഗോൾഡൻ കളറിൽ എങ്ങനെ പൊരിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക, കമൻറ്റിലും പിൻ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഉള്ളിയൊക്കെ പൊരിച്ചെടുത്ത് നമ്മൾ 2 ഭാഗമാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ മസാല ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച മട്ടൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ എല്ലും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് മാത്രം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ദമ്മിടാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഉള്ളി ഇതാ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഞാൻ നമ്മുടെ മട്ടനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണി കഴിക്കാൻ. ഇതിൻ്റെ മസാല അടിപൊളി ടേസ്റ്റ്. അത് ടേസ്റ്റ് കൂടാനുള്ള സംഭവമൊക്കെ നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുക. പിന്നെ ഇതിലേക്ക് ഒരു 4 വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി നൈസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തുടഞ്ഞ് കിട്ടും. പിന്നെ അതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയില പുതിന ഇല ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് നല്ല എരിവുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടുന്നത് 2 ടീസ്പൂണ് ഗരം മസാലേൻ്റെ പൗഡറാണ്. ഇതും ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ഒരുപാട് പുളിയില്ലാത്ത തൈരാണിത്. 1/2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മല്ലിയില എത്രയാണോ എടുത്ത് അതിൻ്റെ പകുതി പുതിന ഇല ഇടണം കേട്ടോ. പിന്നെ ഇതെല്ലാം പാടെ കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടുക. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അത് മിക്സീൻ്റെ ജാറിലിട്ട് നല്ലവണ്ണം ചതച്ചെടുത്തതാണ്. ആ ചതച്ചതിൽ നിന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി മുഴുവനായിട്ട് ഞാൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാറ്റി വെക്കുന്നത് ആവശ്യമുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് പിന്നെ പറഞ്ഞുതരാം. ഇനി ഇതെല്ലാം പാടെ നല്ലവണ്ണം കൈ കൊണ്ട് മിക്സാക്കി എടുക്കുക. പച്ചമുളകൊക്കെ ഇട്ട കാരണം കൊണ്ട് ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് കൈയൊക്കെ നീറലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ കവറോ അല്ലെങ്കിൽ കരണ്ടിയും കൊണ്ടൊക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ച എണ്ണയും നെയ്യും പാടുള്ളതിന് 3 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എണ്ണ കുറച്ച് കമ്മിയാക്കിയിട്ടാണ് ഇത് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഇറച്ചിയിലേക്ക് നല്ലവണ്ണം മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. മട്ടൻ ആയതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ അത് ഒരുപാട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. കുക്കറിൽ ഇറച്ചി മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട. മട്ടനൊന്ന് ചൂടാകുമ്പോൾ തന്നെ അതിന് വെള്ളം ഇറങ്ങി വന്നോളൂ. നമ്മൾ ഒരു പൊട്ട് പോലും വെള്ളം ഒഴിക്കാതെയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ കുക്കർ മൂടിയതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓണാക്കി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒറ്റ വിസിലേ ഞാൻ അടുപ്പിക്കണുള്ളൂ. ഇത് നമ്മൾ മുഴുവനായിട്ടും കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കണില്ല. ഇനി നമ്മൾ ഇത് മസാലയിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അതിൻ്റെ പ്രഷർ മുഴുവൻ പോട്ടെ കേട്ടോ. പോയതിന് ശേഷം നമുക്ക് തുറക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് കേട്ടോ. 6 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1.5 കിലോനാണ്.
ഞാൻ 250 ml കപ്പിനാണ് 6 കപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് അതേ കപ്പിന് തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ 2-3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് അവിടെ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കഴുകി അവിടെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നോക്കിയപ്പോഴേ കുക്കറൊക്കെ പ്രഷർ മുഴുവനും പോയിട്ടുണ്ട്. നമ്മളിട്ട ഉള്ളിയാണെങ്കിലും തക്കാളി ആണെങ്കിലും എല്ലാം അതും നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എണ്ണ ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ കൂടുതൽ ഒഴിച്ചെടുക്കുക. ഇങ്ങനെ വേകുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണൻ്റെ ആവശ്യം വരില്ല. അതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് ദം ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ ഞാൻ മുഴുവനായിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ മട്ടനിൽ നല്ലവണ്ണം വെള്ളമുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ മട്ടൻ വെന്തിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി കുരുമുളകിൻ്റെ പൊടി ഇടുന്നുണ്ട്. നമുക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകും പച്ചമുളകും മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ഉപയോഗിക്കണില്ല. പിന്നെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് നല്ലവണ്ണം വെന്ത് കിട്ടണം. പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഇനി മട്ടന് നല്ലവണ്ണം വെന്ത് സോഫ്റ്റായി കിട്ടണം. അതിന് നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. ഉപ്പുണ്ടാകുന്നൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് നോക്കിയാൽ ഉപ്പില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി ഇനി ഇതൊരു അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലിടരുത്. ഹൈ ഫ്ലെയിമിലിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ വെള്ളം പറ്റിപ്പോകുള്ളൂ. അപ്പോൾ നമുക്ക് മട്ടൻ വെന്ത് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം അത് വെന്ത് സോഫ്റ്റായി കിട്ടട്ടെ. അപ്പോഴേക്കും നമ്മുടെ അരി 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അരിയിൽ വെള്ളം നല്ലവണ്ണം വാർന്നു പോകണം കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങാം. അതിനാ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ഓയിലോ നെയ്യോ ഒക്കെ ഒഴിച്ച് കൊടുക്കുക. ഓയിലും നെയ്യും ഒക്കെ കഴിച്ചാൽ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരുപാടൊന്നും ഒഴിക്കില്ല. 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ച എണ്ണയിൽ നിന്ന് അതും 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയും നെയ്യും പാടുള്ളത്. അത് നല്ലവണ്ണം ചൂടായതിന് ശേഷം ഒരു 5-6 ഗ്രാമ്പു, അതുപോലെ തന്നെ 6 ഏലക്ക, ഒരു തുണ്ട് പട്ട എടുത്ത് 2-3 പൊട്ടിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ട് കനലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ചോറ് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് ഈ ചോറ് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി. ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയിൽ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിന് ശേഷം പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 6 കപ്പ് അരിക്ക് ഞാൻ 9 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് കപ്പിനാണ് അരി എടുക്കുന്നത് അതേ കപ്പിന് തന്നെ 9 കപ്പ് വെള്ളം എടുക്കുക. ഞാൻ സാധാ വെള്ളം തന്നെ ഒഴിച്ചിരിക്കുന്നു കേട്ടോ. വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ആകുമ്പോഴേക്കും തന്നെ നല്ലവണ്ണം അത് തിളച്ച് കിട്ടും. തിളച്ചിട്ട് അത് ഉപ്പുണ്ടോ നോക്കണം കേട്ടോ, ചെക്ക് ചെയ്യണം. അതൊന്ന് വെള്ളത്തിൽ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം ഉപ്പ്. അപ്പോഴാണ് ചോറിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വെള്ളമൊക്കെ വാർന്ന അരിനെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അരിയിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിക്കണ വെള്ളം അരിയിലത്തെ വെള്ളം പാടാകുമ്പോൾ ചോറ് വെന്ത് കുഴഞ്ഞു പോകുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് ഒഴിക്കണത് നമ്മൾ ചോറ് തമ്മിലൊന്നും ഒട്ടാതിരിക്കാനും ഒന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ആദ്യം അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച് വന്നില്ല. അത് ഞാനിതായി ചോറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാൻ ഒന്നും മറന്നു പോകരുത്. പ്രാവശ്യത്തെ പെരുന്നാളിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചോറ് ഒന്ന് അരിയും വെള്ളം പാടെ ഒപ്പായി കിട്ടും. ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ചോറ് വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ അരിയും വെള്ളമൊക്കെ ഒന്ന് ഒപ്പായതിന് ശേഷം ഞാനൊന്ന് തുറന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ അത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഒരുപാട് തിളച്ച് വേകണ്ട. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 7 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും.
അപ്പോൾ അതൊരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചോറ് തുറന്ന് നോക്കി. മാഷാ അല്ലാ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ദമ്മിടുമ്പോൾ മേലത്തെ ചോറ് അടിയിലേക്ക് പോകണം. നമ്മുടെ ചാനലിൽ ഒരുപാട് ബിരിയാണി റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ബിരിയാണി മാത്രമല്ല കേട്ടോ, ഒരുപാട് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ബിരിയാണി മസാലയും എല്ലാം ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചോറും വെന്തിട്ടിട്ട് മസാല വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം തെളിഞ്ഞ് വരണം. മസാലയിൽ വെള്ളം ഉണ്ടാകാനും പാടില്ല. പിന്നെ നമ്മൾ ചോറ് ഇടുമ്പോൾ മേലത്തെ ചോറ് അടിയിലേക്കായിട്ട് ഇങ്ങനെ ഞാൻ കാട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ ദമ്മിടുമ്പോൾ. അഥവാ മേലത്തെ ഏതെങ്കിലും ഒരു അരി വേകാത്തുണ്ടെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ വെന്തോളും. നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാൻ മറന്നു പോകരുത്. പിന്നെ പകുതി ചോറ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലേൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുന്നു മാത്രമേ ഉള്ളൂ ഇടയിൽ കടിക്കുമ്പോൾ. അതിന് ശേഷം ബാക്കിയുള്ള ചോറും ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബാക്കി ചോറ് മുഴുവൻ ഇട്ടതിന് ശേഷം നമ്മൾ ഗരം മസാല, ബിരിയാണി മസാല ഇടുക. ഉള്ളി വറുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില. മല്ലിയിലയും പുതിനയിലൊക്കെ നിങ്ങൾക്ക് മുറിച്ചിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മേൽഭാഗത്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ദമ്മിടുമ്പോൾ അതിന് തുറക്കുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നു എന്തോരം മണം എനിക്കും അറിയാം. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ പെട്ടെന്ന് എല്ലാ ഭാഗത്തും ഒരേപോലെ ആയി വരാൻ വേണ്ടി ഞാൻ ചോറിൻ്റെ 4 ഭാഗത്തും ഓരോരോ ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ദമ്മിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ദമ്മിടുമ്പോൾ ചോറും മസാലയും ഒരേപോലെ ചൂട് വേണം കേട്ടോ. അഥവാ നിങ്ങൾ മസാല ഉണ്ടാക്കി വെച്ച് ചൂടാറിയെന്ന് കണ്ടാൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ദമ്മിട്ട് കൊടുത്താൽ മതി. ദമ്മിടൽ കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു തട്ടും കൊണ്ട് മൂടിയിട്ട് ആവി പുറത്ത് പോകാത്തൊരു തട്ടും കൊണ്ട് മൂടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഞാനിതൊരു 15 മിനിറ്റ് ദമ്മാക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഒരു കനമുള്ളത് എന്തെങ്കിലും വെച്ച് പറഞ്ഞാൽ പിന്നെ ആവി പുറത്ത് പോയില്ല കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ദമ്മ് തുറക്കുക. അപ്പോഴാണ് നമ്മുടെ ചോറും എല്ലാം നല്ല കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് 15 മിനിറ്റ് ദമ്മ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കി. ഇപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ തുറന്നിരിക്കുന്നത്. മാഷാ അല്ലാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ചോറൊന്നും ഇവരൊന്നും മുട്ടുകയോ കുഴയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇൻഷാ അല്ലാ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇത് കഴിച്ചവരൊക്കെ നല്ല ടേസ്റ്റ് പറഞ്ഞു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കലും കഴിഞ്ഞു. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് അഥവാ അടി പിടിക്കുന്നുള്ള പേടി തോന്നുകയാണെങ്കിൽ പഴയ ദോശത്താവ് എന്തെങ്കിലും ചൂടാക്കിയതിന് ശേഷം നമ്മൾ ബിരിയാണി ചെമ്പ് അതിൻ്റെ മേലെ വെച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും അസ്സലാമു അലൈക്കും.